ഹായ് സ്റ്റുഡൻസ്, ഞാനിന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് ആണ്. ലൂക്ക പാഷ്യോളി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് അക്കൗണ്ടിംഗ്. അതായത് ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനായ ലൂക്കോ പാഷ്യോളിയെയാണ് ഫാദർ ഓഫ് അക്കൗണ്ടിംഗ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് ആദ്യമായി ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഒരു ഭാഷയാണ് അക്കൗണ്ടിങ്. ബിസിനസ്സിൽ വരുന്ന എല്ലാ ഇടപാടുകളും എങ്ങനെ രേഖപ്പെടുത്തണമെന്നുള്ള ഒരു ലാംഗ്വേജാണ് അക്കൗണ്ടിങ്. നെക്സ്റ്റ്, പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിൽ വരുന്ന എല്ലാ ധനപരമായ ഇടപാടുകളും, അതായത് പണപരമായ ഇടപാടുകളും രേഖപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് അക്കൗണ്ടിങ്. നെക്സ്റ്റ്, ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് കൺവേർട്സ് ഡാറ്റ ഇൻറ്റു ഇൻഫർമേഷൻ. അതായത് ബിസിനസ്സിൽ വരുന്ന എല്ലാ റോ ഡാറ്റയെയും അത് മീനിങ് ഫുൾ ഇൻഫർമേഷനാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് അക്കൗണ്ടിങ്. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICPA 1941, accounting is the art of recording, classifying and summarizing in a significant manner and in terms of money transactions and events which are in part at least of a financial character and interpreting the results thereof. അതായത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് നൽകിയ ഒരു ഡെഫിനിഷനാണിത്. അവരുടെ അഭിപ്രായമനുസരിച്ച് അക്കൗണ്ടിങ്ങിനെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ധനകാര്യ സ്വഭാവമുള്ള ഇടപാടുകളെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുകയും വർഗീകരിക്കുകയും സംഗ്രഹിക്കുകയും ശ്രദ്ധേയമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് അക്കൗണ്ടിങ്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ധർമ്മങ്ങൾ. ഫസ്റ്റ് വൺ, റെക്കോർഡിംഗ്. ഇറ്റ് ഈസ് എ ബേസിക് ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനപരമായ ഒരു ധർമ്മമാണ് റെക്കോർഡിംഗ്. നെക്സ്റ്റ്, റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. അതായത് പണപരമായ ഇടപാടുകൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുകയുള്ളൂ. നെക്സ്റ്റ്, ഡൺ ഇൻ എ ബുക്ക് കോൾഡ് ജേർണൽ. റെക്കോർഡ് ചെയ്യുന്ന ബുക്കിൻ്റെ പേരാണ് ജേർണൽ. നെക്സ്റ്റ് ഫങ്ഷൻ, ക്ലാസിഫയിങ്. ബ്രിങ്സ് ടുഗദർ ഐറ്റംസ് ഓഫ് സിമിലർ നാച്ചർ അറ്റ് വൺ പ്ലേസ്. അതായത് ജേർണലിലെ ട്രാൻസാക്ഷൻസിൽ ഒരേ സ്വഭാവമുള്ള ഐറ്റംസിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് ക്ലാസിഫയിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജേർണൽ ബുക്കിൽ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തുന്നുണ്ട്. പർച്ചേസ്, സെയിൽസ്, റെൻറ്റ്, കമ്മീഷൻ. അതിൽ നിന്ന് സിമിലർ നേച്ചറായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരേ സ്വഭാവമുള്ള കാര്യം, അതായത് പർച്ചേസ് മാത്രമായിട്ട് എടുക്കുക, അതുപോലെ സെയിൽസ് മാത്രം, അങ്ങനെ സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്ലാസിഫയിങ് എന്ന് പറയുന്നത്. ഡൺ ഇൻ എ ബുക്ക് കോൾഡ് ലെഡ്ജർ, ഷോയിങ് ഈച്ച് ഐറ്റം അണ്ടർ വൺ പേജ് കോൾഡ് അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ബുക്കിനെ പറയുന്ന പേരാണ് ലെഡ്ജർ ബുക്ക്. അപ്പോൾ ഈ ലെഡ്ജർ ബുക്കിൽ നമ്മൾ ഓരോന്നായിട്ട്, അതായത് ഇപ്പോൾ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ്, അങ്ങനെ ഓരോരോ ഐറ്റംസിനെയും വിളിക്കുന്ന പേരാണ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഓരോ പേജിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ട്. നെക്സ്റ്റ് ഫങ്ഷൻ, സമ്മറൈസിങ്. സമ്മറൈസിങ് പ്രസൻസ് ക്ലാസിഫൈഡ് ഡാറ്റ ഇൻറ്റു അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് യൂസ്ഫുൾ ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇറ്റ് ലീഡ്സ് ടു ദി പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ട്രയൽ ബാലൻസ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതായത് നേരത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ച ഡാറ്റയെ അതിൻ്റെ യൂസേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലും ഉപയോഗപ്രദമാവുന്ന രീതിയിലും പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായി രണ്ട് രീതിയിലുള്ള യൂസേഴ്സാണ് അക്കൗണ്ടിങ്ങിലുള്ളത്. ഒന്ന് ഇൻറ്റേർണൽ യൂസേഴ്സും, രണ്ട് എക്സ്റ്റേണൽ യൂസേഴ്സും. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള യൂസേഴ്സാണ്. അതായത് ബിസിനസ് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ്. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പുറത്ത് വരുന്നതാണ്. അതായത് ലെൻഡേഴ്സ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ടാക്സ് അതോറിറ്റീസ്, കോമ്പറ്റീറ്റേഴ്സ്, ഗവൺമെൻറ്, പബ്ലിക്, എക്സെട്ര. അപ്പോൾ അങ്ങനെ ഇത്തരം യൂസേഴ്സിന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്
ട്രയൽ ബാലൻസ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അതിനു വേണ്ടി തയ്യാറാക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ ഇൻ്റർപ്രിറ്റിംഗ് എക്സ്പ്ലെയിൻസ് ദി മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡാറ്റ സോ സിംപ്ലിഫൈഡ്. നമ്മൾ നേരത്തെ ക്ലാസിഫൈ ചെയ്ത് വെച്ച ഡാറ്റയെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ട്രയൽ ബാലൻസോ പിന്നെ ബാലൻസ് ഷീറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസോ ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ ട്രയൽ ബാലൻസോ പ്രോഫിറ്റ് ആൻഡ് ലോസോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റോ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഫേമിനെ പറ്റി ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ വേണ്ടി പറ്റും. അതായത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഫേം ലാഭത്തിലാണോ മുന്നോട്ട് പോകുന്നത്, അല്ല നഷ്ടത്തിലാണോ, അതായത് സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ട്, ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് 3 ബ്രാഞ്ചസാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സെക്കൻഡ് വൺ കോസ്റ്റ് അക്കൗണ്ടിങ്, തേർഡ് വൺ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ബിസിനസ്സിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുകയും ലാഭനഷ്ട കണക്കുകളും സാമ്പത്തിക സ്ഥിതിയും നിർണ്ണയിക്കുകയും വിശകലനം നടത്തുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണിത്. ഇതിനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കോസ്റ്റ് അക്കൗണ്ടിങ്. ഒരു ഉൽപ്പന്നമോ സേവനമോ നൽകുന്നതിനോ നിർമ്മിക്കുന്നതിനോ ആവശ്യമായി വരുന്ന ചെലവ് കണ്ടുപിടിക്കുകയും അവ നിയന്ത്രിക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സമ്പ്രദായം ലക്ഷ്യമിടുന്നത്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് ലക്ഷ്യമിടുന്നത്. തേർഡ് വൺ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും കൂടിച്ചേർന്ന ഒരു അക്കൗണ്ടിങ് രീതിയാണിത്. അതായത് മാനേജ്മെൻറ്റിന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനാവശ്യമായ വിവരങ്ങൾ നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഒരു അക്കൗണ്ടിങ്ങിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. ഫസ്റ്റ് വൺ റിലയബിലിറ്റി. അതായത് അക്കൗണ്ടിങ് തയ്യാറാക്കുമ്പോൾ തെറ്റുകൂടാതെയും സത്യസന്ധമായും അക്കൗണ്ട് ചെയ്താൽ മാത്രമേ ആ അക്കൗണ്ടിൽ വിശ്വാസമുണ്ടാവും. അടുത്തത് റെലവൻസ്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഉപഭോക്താക്കൾക്ക് എല്ലാ വിവരങ്ങളും കൃത്യസമയത്ത് ലഭിച്ചാൽ മാത്രമേ ആ ഒരു അക്കൗണ്ട് റെലവൻ്റ് ആവും, അതായത് യോജിച്ചതാവും. തേർഡ് പോയിൻ്റ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. അക്കൗണ്ടിങ് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. നെക്സ്റ്റ് പോയിൻ്റ് കമ്പയറബിലിറ്റി. അതായത് താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. 2 ഫേമിൻ്റെതോ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ തന്നെ 2 വർഷത്തെ അക്കൗണ്ടോ താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അക്കൗണ്ട് ചെയ്തിരിക്കേണ്ടത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. അതായത് ഒരു വ്യക്തിക്ക് ബിസിനസ്സിൽ വരുന്ന എല്ലാ ഇടപാടുകളും ഓർമ്മിച്ച് വെക്കുക വളരെ പ്രയാസകരമായ കാര്യമാണ്. കാരണം പല കാര്യങ്ങളും മറന്നുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ വരുന്ന എല്ലാ പ്രധാനപ്പെട്ട ഇടപാടുകളും, അതായത് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നതാണ് ഒന്നാമത്തെ അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം. രണ്ടാമത്തെ പോയിൻ്റ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് ബിസിനസ് സ്ഥാപനത്തിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് നിർണ്ണയിക്കുന്നതാണ് അടുത്ത ലക്ഷ്യം. മൂന്നാമത്തത് ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് ഫേമിൻ്റെ സാമ്പത്തിക സ്ഥിതി നിർണ്ണയിക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ലക്ഷ്യമായി വരുന്നത്. അതായത് ഫേമിന് എത്ര അസറ്റ് ഉണ്ട്, എത്ര ലാബിലിറ്റി ഉണ്ട് എന്നിവയൊക്കെ നിർണ്ണയിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിൻ്റ് പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ ടു യൂസേഴ്സ്. അതായത് ഇൻറ്റേർണൽ ആയിട്ടുള്ളതും അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള യൂസേഴ്സിന് യഥാസമയം അതിൻ്റെ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നതാണ് അതിൻ്റെ അടുത്ത ലക്ഷ്യം. അടുത്തത് ബേസിക് അക്കൗണ്ടിങ് ടേംസ്. അക്കൗണ്ടിങ്ങിൽ വരുന്ന 20ഓളം വാക്കുകളാണ് ഇവിടെ ഞങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളെയാണ്. അപ്പോൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ പണമിടപാടുകളെയാണ് ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം സാലറി നൽകുക, റെൻറ്റ് കൊടുക്കുക മുതലായവ.
നെക്സ്റ്റ് അസറ്റ്, പണപരമായി മൂല്യം നിർണ്ണയിക്കാൻ പറ്റുന്ന ബിസിനസ്സിൻ്റെ സ്വത്ത് വകകളെയാണ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം ബിൽഡിങ്, കാറ്, മെഷീനറി, ഫർണിച്ചർ, ക്യാഷ് ഇൻ ഹാൻഡ്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എക്സെട്ര. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അസറ്റ്സ്. ഫസ്റ്റ് വൺ കറൻറ്റ് അസറ്റ്സ്. അതായത് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കാൻ വേണ്ടി പറ്റുന്ന അസറ്റിനെയാണ് കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ. ബാക്കി വരുന്ന എല്ലാ അസറ്റും ഫിക്സഡ് അസറ്റാണ്. അതായത് മോർ ദാൻ 1 ഇയേഴ്സിനുള്ളിൽ ക്യാഷ് ആക്കാൻ വേണ്ടി പറ്റുന്ന അസറ്റിനെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തിൽ കൂടുതൽ കാലയളവ് ഉപയോഗിച്ച് മാത്രം നമ്മൾ ക്യാഷ് ആക്കുന്ന അസറ്റാണ് ഫിക്സഡ് അസറ്റ്. ഇത് ബിസിനസ്സിൽ വിറ്റഴിക്കാനുള്ള അസറ്റല്ല. അപ്പോൾ ഉദാഹരണം നോക്കാം. ഫസ്റ്റ് വൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ. അടുത്ത വരുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അതായത് നമുക്ക് കാണാൻ വേണ്ടി പറ്റാത്ത രീതിയിലുള്ള അസറ്റിനെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതായത് അദൃശ്യമായി കിടക്കുന്ന അസറ്റിനെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പാറ്റൻറ്റ്, ഗുഡ് വില്ല്, കോപ്പി റൈറ്റ് മുതലായവ. നെക്സ്റ്റ് ലാബിലിറ്റീസ്, ബാധ്യതകൾ. അത് രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് ടേം ലാബിലിറ്റി, അതായത് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് ഷോർട്ട് ടേം ലാബിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഒരു വർഷത്തിലധികം കാലയളവുള്ള ബാധ്യതകളെയാണ് ലോങ് ടേം ലാബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ, അതായത് ഉടമസ്ഥൻ അയാളുടെ ബിസിനസ്സിലേക്ക് നിക്ഷേപിക്കുന്ന മൂലധനത്തെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് നമുക്ക് അസറ്റിൽ നിന്ന് ലാബിലിറ്റീസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ കിട്ടുന്നതാണ്. അതായത് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ്. നെക്സ്റ്റ് സെയിൽസ്, ടോട്ടൽ റവന്യൂ ഏൺഡ് ബൈ എ ബിസിനസ് ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു കസ്റ്റമർ. അതായത് ഒരു കസ്റ്റമർക്ക് സാധനം വിൽക്കുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന റവന്യൂവിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. അടുത്തത് റവന്യൂ ഓർ ഇൻകം, അതായത് വരുമാനം. ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ വരുമാനത്തെയും റവന്യൂ ഓർ ഇൻകം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, അതൊക്കെയാണ് ഉദാഹരണങ്ങൾ. അടുത്തത് എക്സ്പെൻസസ്, അതായത് ചെലവ്. അതായത് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് ചിലവാക്കുന്ന തുകക്കാണ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം സാലറി, റെൻറ്റ്, വേജസ് എക്സെട്ര. അടുത്തത് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലും ചിലവ് തന്നെയാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള എക്സ്പെൻഡിച്ചറാണ് ഉള്ളത്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, രണ്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി ചിലവാക്കുന്ന തുകയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഉദാഹരണം മെഷീനറി വാങ്ങാം, ഫർണിച്ചർ വാങ്ങാം തുടങ്ങിയവ. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന തുകക്കാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെൻസും. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് നമുക്ക് മോർ ദാൻ 1 ഇയേഴ്സ്, ഒരു വർഷത്തിലധികം നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ അതിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തേക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നെക്സ്റ്റ് പ്രോഫിറ്റ്. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് കോൾഡ് പ്രോഫിറ്റ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ചെലവിനേക്കാൾ കൂടുതൽ വരവ് വരുന്ന അവസ്ഥക്കാണ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ക്യാപിറ്റൽ കൂട്ടുന്നു. നെക്സ്റ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നേട്ടം. അപ്പോൾ പ്രോഫിറ്റും ഗെയിനും തമ്മിലുള്ള വ്യത്യാസം, ഗെയിന് ഇൻസിഡൻ്റലായി ലഭിക്കുന്ന തുകക്കാണ് അല്ലെങ്കിൽ നേട്ടത്തെയാണ് ഗെയിൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മൾ ഒരു ഫിക്സഡ് അസറ്റ് വിൽക്കുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം അല്ലെങ്കിൽ ഒരു നേട്ടം ഉണ്ടാവുന്നെങ്കിൽ അതിനെ ഗെയിൻ എന്നാണ് പറയാം. അല്ലെങ്കിൽ വിന്നിങ് എ കോർട്ട് കേസ്, അതായത് കോടതിയിലെ ഒരു കേസ് നമ്മൾ ജയിക്കുന്നു. അപ്പോൾ ആ കേസ് ജയിച്ചതിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു തുക ലഭിക്കുകയാണെങ്കിൽ അതും ഗെയിനിന് ഉദാഹരണമാണ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ അസറ്റിൻ്റെ വില പെട്ടെന്ന് വർദ്ധിക്കുന്നു. അപ്പോൾ അതും ഒരു നേട്ടമാണ്. നെക്സ്റ്റ് ലോസ്, അതായത് എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. അതായത് വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരുന്ന അവസ്ഥക്കാണ് ലോസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിസ്കൗണ്ട്.
അപ്പോൾ ഡിസ്കൗണ്ട് 2 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ ട്രേഡ് ഡിസ്കൗണ്ട്, സെക്കൻഡ് വൺ ക്യാഷ് ഡിസ്കൗണ്ട്. അതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഡിഡക്ഷൻ ഫ്രം ദി ലിസ്റ്റ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്, അതായത് പ്രൊഡക്റ്റ് സാധനം വിൽക്കുന്ന അവസരത്തിൽ നൽകുന്ന ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇളവിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഡിഡക്ഷൻ ഫ്രം ദി എമൗണ്ട് ഡ്യൂ ഫ്രം ഡെപ്റ്റേഴ്സ്, പൈസ തരാനുള്ള ആൾ പൈസ തരുന്ന അവസരത്തിൽ നൽകുന്ന ഇളവിനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അലോവഡ് അറ്റ് ദി ടൈം ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്, സാധനം വിൽക്കുന്ന അവസരത്തിലാണ് ട്രേഡ് ഡിസ്കൗണ്ട് അനുവദിക്കുന്നത്. എന്നാൽ ഇറ്റ് ഈസ് അലോവഡ് അറ്റ് ദി ടൈം ഓഫ് റിസീവിങ് പേയ്മെൻറ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്, അതായത് പൈസ തരാനുള്ള ആൾക്കാർ പൈസ നൽകുന്ന അവസരത്തിലാണ് ക്യാഷ് ഡിസ്കൗണ്ട് അനുവദിക്കുന്നത്. അടുത്തത് ഇറ്റ്സ് പർപ്പസ് ഈസ് ടു അട്രാക്ട് മോർ കസ്റ്റമേഴ്സ് ടു ദി ബിസിനസ്, ബിസിനസ്സിലേക്ക് കൂടുതൽ കസ്റ്റമറെ ആകർഷിക്കുക എന്ന ഉദ്ദേശമാണ് ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ. എന്നാൽ ഇറ്റ്സ് പർപ്പസ് ഈസ് ടു എൻകറേജ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഫ്രം ദി ഡെപ്റ്റേഴ്സ്, അതായത് പൈസ തരാനുള്ള ആൾക്കാരെ കൃത്യസമയത്ത് പൈസ നൽകിപ്പിക്കുക അല്ലെങ്കിൽ നൽകാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനമാണ് ക്യാഷ് ഡിസ്കൗണ്ട് നൽകുന്നത്. നെക്സ്റ്റ് വൗച്ചർ, അക്കൗണ്ട് ചെയ്യാനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻസിനെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗുഡ്സ്, ഒരു ഡീലർ കൈകാര്യം ചെയ്യുന്ന എല്ലാ വസ്തുക്കളെയും ഗുഡ്സ് എന്നാണ് വിളിക്കുന്നത്. ആർട്ടിക്കിൾ ആയിക്കോട്ടെ, കമ്മോഡിറ്റി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എല്ലാത്തിനെയും ഗുഡ്സ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ഡ്രോയിങ്സ്, അതായത് ഉടമസ്ഥൻ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങളോ അല്ലെങ്കിൽ അസറ്റോ അല്ലെങ്കിൽ ക്യാഷോ പിൻവലിക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പർച്ചേസ്, അതായത് വിൽപ്പന ആവശ്യത്തിന് വേണ്ടി സ്ഥാപനം എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്ങുന്നുണ്ടെങ്കിൽ ആ വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിച്ച തുകയാണ് പർച്ചേസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റോക്ക് ഓർ ഇൻവെൻ്ററി, അതായത് അൺസോൾഡ് ഗുഡ്സ് ഓർ റോ മെറ്റീരിയൽ ഓർ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് അറ്റ് ദി എൻഡ് ഓഫ് എൻ അക്കൗണ്ടിങ് ഇയർ, ഒരു അക്കൗണ്ടിങ് ഇയറിൽ വിൽക്കാതെ ബാക്കി വരുന്ന വസ്തുക്കളെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് ഏപ്രിൽ 1 അതിനെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നും മാർച്ച് 31 അതിനെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് വിളിക്കാറ്. നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് ഓർ അക്കൗണ്ട് റിസീവബിൾ, ബിസിനസ്സിലേക്ക് പണം നൽകാനുള്ള ആൾക്കാരെയാണ് ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ എന്ന് വിളിക്കുന്നത്. ആരൊക്കെയാണോ ബിസിനസ്സിലേക്ക് പണം തരാനുള്ളത് അവരെ മൊത്തത്തിൽ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ എന്നാണ് സാധാരണ വിളിക്കാറ്. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് ഓർ അക്കൗണ്ട് പേയബിൾ, സ്ഥാപനം ആർക്കെങ്കിലും പൈസ നൽകാനുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്.